ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഇപ്പോഴത്തെ മോശം അവസ്ഥയ്ക്ക് കാരണം അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ കെടുകാര്യസ്ഥത എന്ന മുൻ സെക്രട്ടറി ജനറലും മലയാളിയുമായ ഷാജി പ്രഭാകരൻ പറയുന്നു. ഈ നിലയെങ്കിൽ ഏഷ്യാ കപ്പ് യോഗ്യത പോലും ഇന്ത്യക്ക് കിട്ടില്ലെന്ന് ഷാജി പ്രഭാകരൻ തുറന്നടിച്ചു. അനിൽ വാസുദേവ് ഷാജി പ്രഭാകരനുമായി നടത്തിയ അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഇനി. സമാനതകളില്ലാത്ത ദുരവസ്ഥയിലാണ് ഇന്ത്യൻ ഫുട്ബോൾ. ഫിഫ റാങ്കിങ്ങിൽ 127 എന്ന സമീപകാലത്തെ ഏറ്റവും മോശം സ്ഥാനത്ത്. അവസാനമായി ഒരു ഔദ്യോഗിക മത്സരം ജയിച്ചിട്ട് 19 മാസമായി. പതിവ് പോലെ കോച്ചിനെ തെറുപ്പിച്ച് കൈകഴുകി കഴിഞ്ഞു അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ. മനോലോ മാർക്കേഴ്സിനെ പുറത്താക്കിയത് കൊണ്ട് തീരുമോ ഇന്ത്യൻ ഫുട്ബോളിലെ ശുദ്ധികലശം? നമുക്കൊപ്പം അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ മുൻ സെക്രട്ടറി ജനറലും മലയാളിയുമായ ഷാജി പ്രഭാകരൻ ചേരുന്നു. ശ്രീ ഷാജി പ്രഭാകരൻ, മനോലയെ നിയമിച്ചപ്പോൾ തന്നെ ആശങ്ക അറിയിച്ച ആളുകളിൽ ഒരാളാണ് താങ്കൾ. അതിന് കാരണമായി പറഞ്ഞത് ഒരേ സമയം ഇന്ത്യൻ ടീമിനും FC ഗോവയ്ക്കും ഒരേ പരിശീലകരെന്ന പാർട്ട് ജോബ് തന്ത്രം പാളുമെന്നാണ്. ഏതാണ്ട് അത് ശരിയായി കഴിഞ്ഞു. രണ്ട് ടീമിൻ്റെ കോച്ചായിട്ട് മുമ്പോട്ട് പോകാൻ ഇന്നത്തെ കാലത്ത് ഏതൊരു കോച്ചിനും ഒരു ഈസി സിറ്റുവേഷൻ അല്ല. അതുകൊണ്ട് ഈ ഡിസിഷൻ നേരത്തെ തന്നെ ശരിയല്ലായിരുന്നു. അത് ഫെഡറേഷൻ്റെ തെറ്റ് തന്നെ. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെൻറ്റ് ഈ മോഡേൺ ഫുട്ബോളിൽ ഭയങ്കര ഒരു എക്സ്പെക്റ്റഡ് ഡിസിഷൻസ് അല്ല ഇത്. ലോകകപ്പ് കളിക്കുക എന്ന സ്വപ്നം തൽക്കാലത്തേക്കൊക്കെ നമുക്കങ്ങ് മാറ്റിവെക്കാം. ഇപ്പോൾ നമ്മുടെ ഏഷ്യ കപ്പ് സാധ്യതകൾ പോലും തുലാസിലാണ്. ഇപ്പം നമ്മൾ ഇന്ത്യ ടീം 2027 ഏഷ്യ കപ്പിൽ ക്വാളിഫൈ ചെയ്തില്ലെങ്കിൽ അത് ഫുട്ബോളിനെ ഒത്തിരി ബാധിക്കും. പിന്നെ അതുകൊണ്ട് നമുക്ക് ഇന്ത്യ ടീമിൻ്റെ ഫോക്കസ് ഏഷ്യയിൽ എങ്ങനെ നമ്മുടെ റാങ്കിങ് ടോപ്പ് 10 വരണം. ടോപ്പ് 10 വന്നാലേ നമുക്ക് വേൾഡ് കപ്പിന് ഒരു ടാർഗറ്റ് ആയിട്ട് പോകാൻ പറ്റത്തുള്ളൂ. സ്റ്റിമാക്ക് പോയി, മനോലോ വന്നു, മനോലോ പോയി, ഇനി ആരാ? പുതിയ കോച്ചൊക്കെ വന്നാലും തീരുന്നതാണോ ഇന്ത്യയുടെ പ്രശ്നം? പുതിയൊരു കോച്ച് വരും. പിന്നെ ആ പുതിയ കോച്ച് വരുമ്പം പുള്ളിക്കാരൻ കോച്ചിനും സമയം കൊടുക്കണം ടീമുമായിട്ട്. ഇന്ത്യയുടെ പ്രധാന ലീഗായ ISL എന്ന് നടക്കുമെന്ന് പോലും നമുക്കിപ്പോൾ ഒരറിവില്ല. ഫെഡറേഷൻ അക്കാര്യത്തിലും ഒരു മൗനം തുടരുകയാണ്. ഇപ്പൊ ISL നടന്നില്ലെങ്കിൽ ശരിക്കും ഇന്ത്യൻ ഫുട്ബോളിനെ ശരിക്കും ബാധിക്കും. എന്താന്ന് വെച്ചാൽ നമ്മുടെ ടോപ്പ് കളിക്കാരെല്ലാം ISL കളിക്കുന്നത്. അവർ കളിച്ചില്ലെങ്കിൽ അവരുടെ കോമ്പറ്റീറ്റീവ്നെസ്, അവരുടെ ഫോം, അവരുടെ പെർഫോമൻസ് ലെവൽ എല്ലാം താഴെ വരും. പിന്നെ അത് ഇന്ത്യ ടീമിനെ ബാധിക്കും. നന്ദി ശ്രീ ഷാജി പ്രഭാകരൻ. നമ്മുടെ ടീം ലോകകപ്പിൽ കളിക്കുകയെന്ന സ്വപ്നം നീണ്ടു പോവുകയാണെങ്കിൽ പുള്ളാവൂർ പുഴയിൽ മെസ്സിയുടെയും റൊണാൾഡോയുടെയും നെയ്മാറുടെയും ഒക്കെ കട്ടൗട്ടുകൾ വെച്ച് ആ ടീമുകളെ പിന്തുണച്ച് നമുക്ക് തുടരുകയല്ലാതെ മറ്റു വഴികളില്ല.